ഗായ്സ്, അപ്പം ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞു, കുറേ പേരൊന്നും പറഞ്ഞില്ല, മനസ്സിലായില്ല. അപ്പോൾ വേറെ ഒന്നുമല്ല മാറ്റം. എൻ്റെ കഴുത്തിലെ ഒരാളെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? എൻ്റെ കവചം എവിടെ പോയില്ലേ? അപ്പം എൻ്റെ മോസ്റ്റ് രക്ഷകനും എൻ്റെ കവചവുമായ എൻ്റെ രുദ്രാക്ഷം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കഴുത്തിൽ നിന്ന് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചരട് ഇതായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് എൻ്റെ കഴുത്തിൽ രുദ്രാക്ഷം ഇട്ടില്ല കേട്ടോ. രുദ്രാക്ഷം നമ്മുടെ കഴുത്തിൽ നിന്ന് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ കെട്ടണം. കാരണം എൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഇതുവരെ ഇങ്ങനെ അഴിച്ചു വെച്ചിട്ടില്ല. ഇത്രയും ദിവസം ആദ്യമായിട്ടാണ് എടുക്കുന്നത്. പിന്നെ രുദ്രാക്ഷം ഞാനോട്ട് ഭയങ്കര ബോണ്ടാണ് ഗൈസ്. കാരണം എൻ്റെ മോസ്റ്റ് രക്ഷകനാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം രുദ്രാക്ഷം ഞാൻ എൻ്റെ 6ാം ക്ലാസ് മുതലാണ് രുദ്രാക്ഷം ഇടാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇതുവരെ രുദ്രാക്ഷം എൻ്റെ കഴുത്തിൽ നിന്ന് അഴിച്ചിട്ടില്ല. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ രുദ്രാക്ഷം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ രുദ്രാക്ഷം ഇതാണ് എൻ്റെ രുദ്രാക്ഷം. അപ്പം നമ്മുടെ കാവിലെ നമ്മുടെ ശിവൻ്റെ അടുത്ത് നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ രുദ്രാക്ഷം പൂജ ചെയ്തിട്ട് എൻ്റെ കഴുത്തിലേക്ക് ഇടാമെന്ന് ഞാൻ ഓർത്തു. അപ്പം നമ്മളിനി പൂജ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം രുദ്രാക്ഷം എൻ്റെ കഴുത്തിലില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പം എന്താ പറയുക, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൂജയിലേക്ക് കടക്കാം അല്ലേ. അപ്പം നമ്മുടെ മോസ്റ്റ് കാവ് എല്ലാവർക്കും അറിയാലോ. അപ്പം നമ്മുടെ മോസ്റ്റ് കാവിലെ നമ്മുടെ സ്വന്തം നമ്മുടെ ശിവഭഗവാന്റെ അടുത്ത് നമ്മൾ മോസ്റ്റായിട്ട് നമ്മളിനി പൂജ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പൂജയിലേക്കൊക്കെ കടക്കാം അല്ലേ. അപ്പം നമ്മുടെ രുദ്രാക്ഷം നമുക്ക് മോസ്റ്റായിട്ട് പൂജിക്കാൻ പോകാം. ഗായ്സ്, അങ്ങനെ ഐശ്വര്യമായിട്ട് ഞാൻ നമ്മുടെ രുദ്രാക്ഷം ശിവന്റെ അടുത്ത് പൂജ ചെയ്യുവാണ് കേട്ടോ. രുദ്രാക്ഷം 2-3 ദിവസം എൻ്റെ കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ ഡിഫിക്കൽട്ടീസൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മച്ചി എന്നെ ഭയങ്കര വഴക്കായിരുന്നു. രുദ്രാക്ഷം നീ ഇങ്ങനെ അഴിച്ചു വെക്കരുത്, അത് അഴിച്ചു വെക്കാൻ പാടില്ല, നീ അത് തന്നെ ഇടണം എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞ് ഞാൻ രുദ്രാക്ഷം പൂജ ചെയ്തിട്ട് ഇടണം എന്നിങ്ങനെ ഓർത്തു. പക്ഷേ എനിക്കത് എന്നെ സമ്മതിച്ചില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ വന്ന് രുദ്രാക്ഷം പൂജ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഐശ്വര്യമായിട്ട് നമ്മളിനി കഴുത്തിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പം എൻ്റെ ശിവൻ എന്തായാലും എൻ്റെ കൂടെ ഉണ്ട്, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ശരിക്കും അറിയാം. അപ്പം നമുക്ക് എന്താ പറയുക, രുദ്രാക്ഷം പൂജിക്കുന്നതും ഒരു നല്ല കാര്യമാണ്. അപ്പം നമുക്ക് പൂജിക്കാതെ ആയാലും ഇടാം, പൂജിച്ചിട്ടായാലും ഇടാം. ഇപ്പം നമുക്ക് അതറിയുന്നതുകൊണ്ട് നമ്മളത് ചെയ്തു എന്ന് മാത്രം. അപ്പം അങ്ങനെ നമ്മൾ മോസ്റ്റായിട്ട് രുദ്രാക്ഷ പൂജ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശിവൻ്റെ തൊട്ടടുത്ത് നമ്മുടെ വിഘ്നേശ്വരനുണ്ട്, ബ്രഹ്മാവുണ്ട്, നമ്മുടെ മഹാവിഷ്ണുവുണ്ട്. അപ്പം 3 പേരുടെ അടുത്തും അതുപോലെ ശിവൻ്റെ അടുത്ത് നമ്മൾ 4 പേരുടെ അടുത്തും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി തന്നെയാണ് നമ്മുടെ ദൈവം. ഞാൻ എല്ലാ ദൈവത്തിനും ഞാൻ ഒരേപോലെയാണ് കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് എല്ലാ ദൈവങ്ങളോടും നമ്മൾ മോസ്റ്റായിട്ട് പ്രാർത്ഥിച്ച് മോസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ കാവിലെ നമ്മുടെ സ്വന്തം ശിവൻ്റെ അടുത്ത് നമ്മൾ രുദ്രാക്ഷം നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഓരോരുത്തർ പറയും നമ്മുടെ കാവിലേക്ക് നിങ്ങൾ പെണ്ണുങ്ങളല്ലേ കയറാൻ പാടുമോ, നിങ്ങളെങ്ങനെയാണ് രുദ്രാക്ഷം ഇടില്ലേ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ദൈവം എവിടെയും പറയുന്നില്ല നീ പെണ്ണാണ് അതുകൊണ്ട് നീ കാവിൽ വന്ന് തന്നെ പൂജിക്കരുത്, നീ പെണ്ണാണ് അതുകൊണ്ട് നീ രുദ്രാക്ഷം ഇടരുതെന്ന് ഒരു ഗ്രന്ഥത്തിലും എവിടെയും ദൈവം എവിടെയും എഴുതി വെച്ചിട്ടില്ല, എവിടെയും പറയുന്നില്ല, മതം എവിടെയും പരാമർശിക്കുന്നുമില്ല. അതുകൊണ്ട് ഏത് ജാതിയല്ല, ഏത് മതമല്ല, ആർക്ക് വേണേലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ രുദ്രാക്ഷം ഇടാം, അങ്ങനത്തെ ഒന്നും ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്, എനിക്കിഷ്ടമാണ് രുദ്രാക്ഷം ഇടാൻ. അപ്പം ഞാനത് എപ്പോഴും എൻ്റെ കഴുത്തിലിടുക തന്നെ ചെയ്യും കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ രുദ്രാക്ഷമാല നമ്മൾ പൂജിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലേക്ക് ഇടാം. അപ്പം അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട്. എന്നും
സന്ധ്യയ്ക്ക് നമ്മുടെ ശിവൻ്റെ അടുത്ത് നമ്മൾ തിരിവെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ശിവൻ്റെ എല്ലാ അനുഗ്രഹവും നമുക്കുണ്ട്. അമ്പലത്തിൽ പോയാൽ മാത്രമാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുള്ളൂ എന്നൊന്നുമില്ല. 24 മണിക്കൂറും ദൈവം നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനോട് നമുക്ക് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. എപ്പോൾ വിളിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇനി നമുക്കിത് ഐശ്വര്യമായിട്ട് നമ്മുടെ കഴുത്തിലേക്ക് ഇനി കെട്ടാൻ പോവാം. പിന്നെ എൻ്റെ കഴുത്തിൽ രുദ്രാക്ഷം കണ്ടില്ല എന്ന് ഓർത്ത് ആരും ഇനി വിഷമിക്കൊന്നും വേണ്ട. ഇന്ന് മുതൽ എൻ്റെ കൂടെ എൻ്റെ രുദ്രാക്ഷം ഉണ്ടാവും. ഇല്ലാത്തതുകൊണ്ടൊന്നും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം എൻ്റെ സ്വന്തം എൻ്റെ രക്ഷകൻ നമ്മുടെ ചക്കര രുദ്രാക്ഷം ഞാൻ എൻ്റെ കഴുത്തിലേക്ക് കെട്ടാൻ പോവാണ്. ഓക്കേ, വേണ്ട അപ്പം നമുക്കിനി നല്ല അടിപൊളിയായിട്ടത് കെട്ടാട്ടോ. നോക്കട്ടെ, ഇവിടെയാണോ? അങ്ങനെ ഗായ്സ്, മോസ്റ്റായിട്ട് നമ്മുടെ കഴുത്തിൽ രുദ്രാക്ഷം ഇത് ഞാൻ കഴുത്തിൽ അടിപൊളിയായിട്ടത് അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഴുത്തിൽ രുദ്രാക്ഷം ഇടുന്ന സമയത്ത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, രുദ്രാക്ഷം ഞാൻ വീഴുമ്പോൾ എൻ്റെ കഴുത്തിലേക്ക് ഇത് വന്നിട്ട് ഇങ്ങനെ കുത്തിക്കയറി എനിക്ക് അപകടമൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞാൻ അങ്ങനെ വീണിട്ടുമില്ല. ഇതുവരെ എനിക്ക് അങ്ങോട്ട് അപകടം പറ്റിയിട്ടുമില്ല. ഇത് ഭയങ്കര എന്താ പറയുക, ദൈവിക ശക്തിയുള്ള രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശിവൻ്റെ കണ്ണുനീരാണ് രുദ്രാക്ഷം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കവചമാണ്, എൻ്റെ കവചമാണ് എൻ്റെ രുദ്രാക്ഷം. അപ്പോൾ ആ രുദ്രാക്ഷം എങ്ങനെ എന്നെ ചതിക്കുക? ഒരിക്കലുമില്ല. എന്നെ എന്നും എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ രക്ഷിച്ചതും എന്നെ സംരക്ഷിക്കുന്നതും എൻ്റെ രക്ഷകനുമായ എൻ്റെ രുദ്രാക്ഷമാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. അപ്പം ഒരിക്കലും എന്നെ ചതിക്കില്ല. ഒരിക്കലും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ രുദ്രാക്ഷം. ഞാൻ തന്നെ തീരുമാനിച്ചതാണ് രുദ്രാക്ഷം ഇടും എന്നുള്ള കാര്യമൊക്കെ. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് രുദ്രാക്ഷം ആണുങ്ങൾക്ക് മാത്രം പറ്റിയിട്ടുള്ളതാണ്, പെണ്ണുങ്ങൾക്ക് ഇടാൻ പറ്റില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് വരെയുണ്ട്. ഒരു ഗ്രന്ഥത്തിലും എവിടെയും ആണുങ്ങൾക്കിടാം പെണ്ണുങ്ങൾക്ക് ഇടരുത് എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും, ഏത് ജാതിയല്ല ഏത് മതമല്ല, അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും, ആണായാലും പെണ്ണായാലും ആർക്കാണെങ്കിലും രുദ്രാക്ഷം ധൈര്യമായിട്ട് ധരിക്കാവുന്നതാണ്. അവിടെ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം ആർക്ക് വേണമെങ്കിലും നമ്മുടെ രുദ്രാക്ഷം ധരിക്കാവുന്നതാണ്. ഇത്രയും ദൈവിക ശക്തിയുള്ള എൻ്റെ കവചമാണ്, എൻ്റെ രക്ഷകനായ എൻ്റെ ശിവനാണ് എൻ്റെ മോസ്റ്റിൻ്റെ രുദ്രാക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രുദ്രാക്ഷം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതോടുകൂടി എൻ്റെ എല്ലാ എന്താ പറയുക, ഞാൻ പറയുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസ് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന്, അതൊക്കെ ഇതിലൂടെ പോകും. ഇപ്പം തന്നെ എനിക്കൊരു എനർജി എനിക്ക് തോന്നുന്നുണ്ട്. രുദ്രാക്ഷം ഇടുന്നത് തന്നെ ഒരു ഇത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രുദ്രാക്ഷത്തിൻ്റെ ആ ഒരു പവർ നമ്മുടെ ബോഡിയിൽ മുഴുവനും നമുക്ക് കിട്ടും. നമ്മളെവിടെയാണോ കിട്ടും. ഇപ്പം ഞാൻ കഴുത്തിൽ നമുക്ക് കയ്യിൽ കെട്ടാം, അരയിൽ കെട്ടാം, കാലിലൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മുടെ ശരീരത്തിൽ രുദ്രാക്ഷം എവിടെ വേണമെങ്കിലും നമുക്ക് കെട്ടാവുന്നതാണ്. അപ്പോൾ രുദ്രാക്ഷം കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവർ നമ്മുടെ ബോഡിയിൽ മുഴുവനും നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു എനർജി നമുക്ക് എപ്പോഴും കിട്ടും. പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ രുദ്രാക്ഷം ഇട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ശിവൻ്റെ അടുത്ത് പൂജ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മോസ്റ്റായിട്ട് നമുക്ക് ഒന്നും കൂടി ശിവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം. അപ്പം എൻ്റെ രുദ്രാക്ഷം ഇട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ, പറയാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നമ്മളൊന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. രുദ്രാക്ഷമൊക്കെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മളെ കഴുത്തിൽ അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി ഗൈസ്. അപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ, പറയാൻ മറക്കല്ലോ കേട്ടോ ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.